थोड़ा पत्थर जमा करने पड़ेगा, पीछे साइड में से ले लो। വാർത്ത നവീൻ ബാബുവിനെ കൊന്നതാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ എന്നതിന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള യാതൊരു തരത്തിലുമുള്ള ഉത്തരങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും ദുരൂഹതകൾ ഏറെയുണ്ട്. അദ്ദേഹം ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല, അതൊരു കൊലപാതകം തന്നെയാണെന്നാണ് എല്ലാ കോണുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. കാരണം തെളിവുകളൊന്നും കൃത്യമായ രീതിയിൽ പോലീസ് ശേഖരിച്ചിട്ടില്ല. പക്ഷേ CBI അന്വേഷണത്തിന് വിടണമെന്നുള്ള ഭാര്യയുടെ താല്പര്യം, കുടുംബത്തിൻ്റെ താല്പര്യത്തിന് ഹൈക്കോടതി ഇപ്പോൾ അനുമതിയും നൽകിയില്ല. എന്തായാലും വല്ലാത്ത രീതിയിലുള്ളൊരു ദുരൂഹതയിൽ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണം നിലനിൽക്കുന്നത്. അതിനിടയിലാണ് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു മരണം കൂടി ദുരൂഹതയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരളം ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നതും ഈ ദുരൂഹ മരണത്തെ കുറിച്ച് തന്നെ ആയിരിക്കില്ല. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞതുപോലെ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്നുള്ളത് തെളിയിക്കാൻ ഒരു റീപോസ്റ്റ്മോർട്ടമായിരുന്നു ഏറ്റവും അനിവാര്യം. പക്ഷേ അതിന് ആ ബോഡി പോലും ഇപ്പോൾ ലഭ്യമല്ല. അത് സംസ്കരിച്ചു കഴിഞ്ഞു, ചിതയിൽ ആണ് വെച്ചത്. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഇല്ല. അതെ, ബോഡിയില്ല. റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും ബോഡി ഇല്ലാത്ത അവസ്ഥ. ചിതയിൽ വെച്ച് സംസ്കരിച്ചു കഴിഞ്ഞു. ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബോഡിയുണ്ട്. ഗോപൻ സ്വാമി എന്താണ് ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത്? അദ്ദേഹം യഥാർത്ഥത്തിൽ സമാധി ആയതാണോ? ഈ സമാധി എന്നുള്ള വാക്കുകളൊക്കെ ഇപ്പോഴാണ് കടന്നു വരുന്നത്. കാരണം കുറേ മുമ്പ് തന്നെ നമ്മുടെ പുരാണങ്ങളിലും അതുപോലെ തന്നെ ഈ യോഗീശ്വരന്മാരായിട്ടുള്ള ആളുകളും അതുപോലെ ഈ നമ്മുടെ ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആശ്രമങ്ങളിലെ സന്യാസിമാർ സമാധി അടഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ സമാധി ഇരുത്തിയതാണ്. അതുപോലെ ഒരുപാട് ആളുകളെ സമാധി ഇരുത്തിയത് തന്നെയാണ്. ഇപ്പം ഏറ്റവും അവസാനമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് തലശ്ശേരിയിൽ ഒരു അവധൂത അമ്മയുണ്ടായിരുന്നു. അമ്മ മരണപ്പെട്ട സമയത്ത് അമ്മയെ സമാധി ഇരുത്തുകയാണ് ചെയ്തത്. വടകരയിലാണ് സമാധി ഇരുത്തിയത്. അവിടെ സിദ്ധാശ്രമക്കാരാണ് തലശ്ശേരിയിലെ അമ്മയൊക്കെ സമാധി ഇരുത്തിയത്. അത് സമാധിയായി ആളുകളെല്ലാം കണ്ടതിന് ശേഷമാണ് ആ സമാധി ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ ഇരുത്തി തന്നെയാണ് കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ സമാധി മണ്ഡപത്തിലിരുത്തി അടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഗോപൻ സ്വാമിക്കും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ് എന്നാണ് ആര് പറയുന്നത്? മക്കൾ പറയുന്നത്. 5 വർഷം മുമ്പേ തന്നെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു, സമാധിയാകുന്ന സമയത്ത് ഈ സ്ഥലത്ത് സമാധിയാക്കണം. അതിനെ സമാധി മണ്ഡപം ഒരുക്കിയിരുന്നു. പത്മപീഠ കല്ല് ചെന്നൈയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് തന്നെ 5 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു, വാങ്ങി വെച്ചിരുന്നു. എല്ലാ ഒരുക്കങ്ങളും ഇദ്ദേഹം ഓൾറെഡി സജ്ജീകരിച്ചതാണ്. താൻ മരണപ്പെടേണ്ടത് സമാധിയായിട്ടാണ് മരണപ്പെടേണ്ടതെന്നാണ് ഗോപൻ സ്വാമിയുടെ ആഗ്രഹം. 81 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. ചില മാധ്യമങ്ങൾ 78 വയസ്സെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു. പക്ഷേ യോഗാഭ്യാസത്തിലും അതുപോലെ തന്നെ ആധ്യാത്മിക ചിന്തകളിലൊക്കെ വലിയ രീതിയിൽ വ്യാപൃതനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഈ ഗോപൻ സ്വാമി എന്നും മക്കളുടെ ഭാഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം ഒരു ശിവക്ഷേത്രമായിരുന്നു. ആ ശിവക്ഷേത്രം പരിപാലിച്ചിരുന്നത് ഈ ഗോപൻ സ്വാമിയായിരുന്നു. അവിടുത്തെ മുഖ്യ തന്ത്രി എന്നൊക്കെ പറയുന്നത് ഈ ഗോപൻ സ്വാമിയായിരുന്നു. 3 വർഷം കൃത്യമായിട്ട് അവിടെ പൂജകളൊക്കെ നടന്നു. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ചില നാട്ടുകാരുമായിട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ചില എതിർപ്പുകളൊക്കെ ഉയർന്നു. നാട്ടുകാരെ അങ്ങോട്ടേക്ക് കയറ്റാത്തൊരവസ്ഥയായി. അങ്ങനെയാണ് ഇവർ നാട്ടുകാരുമായിട്ട് തെറ്റുന്നത്. പിന്നീട് സാധാരണ ഈ 7 മണി 8 മണി സമയത്ത് രാത്രി അമ്പലങ്ങളുടെ പൂജകളൊക്കെ അവസാനിക്കുന്നതാണ്. എന്നാൽ ഈ ക്ഷേത്രത്തിൽ 10 മണി 12 മണി 11 മണിയൊക്കെ ആകുമ്പോഴാണ് വിളക്ക് കത്തിക്കലും മറ്റ് ചടങ്ങുകളൊക്കെ ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതിലെന്തോ ഒരു തരത്തിലുള്ള ദുരൂഹതയുണ്ട്. ഇവർ ആഭിചാര ക്രിയകളൊക്കെ നടത്തുന്ന ഒരു ഫാമിലിയാണ്, ഒരു കുടുംബമാണ് ഇവർ. കൂടോത്രം പോലുള്ള അത്തരം അന്ധവിശ്വാസങ്ങളുടെ ഒരു മേഖലയിൽ ഈ ഗോപൻ സ്വാമിയും കുടുംബവും ഒക്കെ വ്യാപൃതരായിരുന്നു എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് ഇവർ കഴിഞ്ഞ ദിവസം തന്നെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇവിടെ ഈ ഗോപൻ സ്വാമിയുടെ ഈ മരണം ഒരു സമാധി അടയുക എന്നത് ഒരു വളരെ സ്വാഭാവികമായിട്ട് നടന്നൊരു സംഗതിയാണെന്ന് നമുക്ക് കരുതപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നാട്ടുകാരുടെ ഭാഷ്യം അങ്ങനെയാണ്. കാരണം ഈ മക്കളും ഈ ഗോപൻ സ്വാമിയായിട്ട് അച്ഛനുമായിട്ട് വലിയ രീതിയിലുള്ളൊരു തർക്കം അവിടെ നിലനിന്നിരുന്നു. ചില രാത്രികളിൽ അച്ഛനെ ശകാരിക്കുന്നത്, ഈ മക്കൾ അച്ഛനെ ശകാരിക്കുന്നത്, കാരണം കിടപ്പ് രോഗിയായിരുന്നു കുറച്ച് നാളുകളായിട്ട് ഇദ്ദേഹം കിടക്കയിൽ മൂത്രമൊഴിക്കുന്നു. ഈ മൂത്രമൊഴിക്കുമ്പോൾ ഇവിടെയാണോടാ മൂത്രമൊഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾ ശകാരിക്കുന്ന ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കാറുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ ഇങ്ങനെയൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു കാരണവശാലും ഇദ്ദേഹം ഇങ്ങനെ സമാധി അടഞ്ഞു, അവിടെ പോയി ഇരുന്ന് മരണപ്പെടുകയാണ് ചെയ്തത്. മരണപ്പെടുന്ന സമയത്ത് മകനെ അനുഗ്രഹിച്ചു
എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മകൻ പറയുന്നത് എന്നെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ബ്രഹ്മത്തിങ്കൽ ഈ ഗോപൻ സ്വാമി ലയിച്ചത് എന്നൊക്കെയാണ് മകൻ്റെ ഭാഷ്യം എന്ന് പറയുന്നത്. അല്ല, ഇങ്ങനൊരു സമാധിയാണ് നടന്നതെങ്കിൽ പോലും സമാധിയെ പറ്റി പല റെഫറൻസുകളുണ്ട്. പക്ഷേ സമാധിയാണ് നടന്നതെങ്കിൽ ഇത്രയും മഹാത്മാവായ ഒരു മനുഷ്യനെ 2 ദിവസം മുമ്പ് ഇവർ ചീത്ത പറയേണ്ട കാര്യം എന്താണ് എന്ന ചോദ്യം സ്വാഭാവികമായ ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു മഹാനായിട്ടുള്ളൊരു സന്യാസി വര്യനാണ് ഇദ്ദേഹം എങ്കിൽ ഇദ്ദേഹത്തെ ഒരു കാരണവശാലും അവർ ചീത്ത പറയില്ല. അങ്ങനെ ഇപ്പോൾ കിടക്കയിൽ മൂത്രം ഒഴിച്ചാലും എന്ത് ചെയ്താലും അങ്ങനെ ആ രീതിയിൽ കാണില്ല. പിന്നെ ഈ മനുഷ്യൻ ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പേ സമാധിയെ പറ്റി സംസാരിച്ചിരിക്കാം, സമാധിയാകുമെന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ ഇതൊരു ബാധ്യതയായപ്പോൾ ഇദ്ദേഹം സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഈ സമാധി മണ്ഡപത്തിൽ വെച്ച് അടച്ചതാണോ എന്നുള്ളത് ഒരുപക്ഷെ ജീവനോടെ കുഴിച്ചു മൂടിയതാണോ എന്നുള്ള സംശയമാണ് നാട്ടുകാർക്കെല്ലാം ഉള്ളത്. അത് വ്യക്തമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ പറഞ്ഞതുപോലെ കലക്ടറുടെ ഉത്തരവ് കിട്ടിയാൽ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കും. അത് പൊളിച്ചിട്ട് RDOയുടെ സാന്നിധ്യത്തിൽ അത് ആ ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും സ്വാഭാവിക മരണമാണോ, ഇനി അതല്ല ഏതെങ്കിലും തരത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തുമല്ലോ. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവിടെ അത് മനസ്സിലാവും എന്ത് സ്വാഭാവിക മരണമാണോ, ഏതെങ്കിലും തരത്തിൽ ശ്വാസം മുട്ടിച്ച് കൊന്നതാണോ, ബലപ്രയോഗം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാവും. ഇപ്പം ഒരു സിമൻറ്റ്, അതായത് സമാധി മണ്ഡപത്തിലേക്ക് ഒരാളെ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് ഇറക്കുമ്പോൾ അയാൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ടും അയാൾ പിടയ്ക്കും, അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അയാൾക്ക് ശ്വാസം മുട്ടുന്നതിൻ്റെ വല്ലാത്ത വ്യഗ്രത ശരീരത്തിന് അനുഭവപ്പെടും. സ്വാഭാവിക മരണമാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അതൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിയന്തരമായി കിട്ടുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള കാര്യം. രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സംശയം ഉയരുന്നത് ഇവരെന്തുകൊണ്ട് ഇത് നാട്ടുകാരെ അറിയിച്ചില്ല. ഒരാൾ സ്വാഭാവികമായിട്ടും മരിക്കുമ്പോൾ നാട്ടുകാരെ നമ്മളെ അയൽവാസികളെയും ബന്ധുക്കളെയൊക്കെ അറിയിക്കുമല്ലോ. സ്ഥലത്തെ വാർഡ് മെമ്പറെ അറിയിച്ചില്ല. ഇതൊന്നും അറിയിക്കാതെയാണ് ഈ കർമ്മങ്ങൾ മുഴുവൻ, ഈ മണ്ഡപം കെട്ടി അച്ഛനെ ഈ അടക്കിയതിന് ശേഷമാണ് കാര്യങ്ങൾ മുഴുവൻ പുറത്തറിയുന്നത്. അപ്പം മകൻ പറയുന്നത് ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് തീരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം മരിച്ചത് വ്യാഴാഴ്ച 11:30 കൂടിയിട്ടാണ് സമാധിയായത്. അവിടെ പോയി സമാധിയായതാണ്. പിന്നീട് പല കർമ്മങ്ങളുണ്ടായിരുന്നു. ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് തീരുമ്പോഴത്തേക്ക് പുലർച്ചെയായി, പിറ്റേ ദിവസം പുലർച്ചെ 3:30 അതുകൊണ്ടാണ് വാർഡ് മെമ്പറെ അറിയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതിരുന്നത്. അതിനുശേഷം അറിയിക്കാം എന്നാണ് ഞങ്ങൾ കരുതിയത് എന്നൊക്കെയാണ് ഈ മകൻ പറയുന്നത്. അല്ല, ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് ഒന്നാമത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് വ്യക്തമാവുള്ളൂ. പക്ഷേ ഈ സമാധിയാകുന്ന സമയത്ത് പ്രധാനപ്പെട്ട വാർഡ് മെമ്പറും അതുപോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയൊക്കെ വിളിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു? ഈ മകൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അവിടെയും ഇയാൾ പറയുന്നൊരു തടസ്സം എന്ന് പറയുന്നത് മറ്റാരെയും അറിയിക്കരുത് എന്ന് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. യാതൊരു തെറ്റുമില്ല എന്ന് പറയും. അതെ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എൻ്റെ അച്ഛനെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? പിന്നെ അച്ഛൻ സ്വയം സമാധി അടഞ്ഞുകൊണ്ട് ബ്രഹ്മത്തിൽ ലയിച്ചു എന്നാണ് ആര് പറയുന്നത്? മകൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കോൺസ്പിറസി തിയറിയാണ് സംഭവം സത്യത്തിൽ പറയുകയാണെങ്കിൽ. കാരണം ആത്മീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് യഥാർത്ഥ ആത്മീയ രീതിയിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടതാണോ, ഇനി അതല്ല അദ്ദേഹത്തെ കൊന്നതാണോ? ഈ ചീത്ത പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചീത്ത പറഞ്ഞതാണെങ്കിൽ അദ്ദേഹത്തെ ജീവനോടെ കുഴിച്ചിടാനുള്ള സാധ്യതകളില്ലേ? ഇതൊക്കെ വലിയ സംശയങ്ങളാണ്. എന്തായാലും ഈ മക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്, വലിയ ഗുരുതരമായ വീഴ്ച. ഈ കാലഘട്ടത്തിലൊന്നും ആളുകളെ അറിയിക്കാതെ സമാധിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഈ ആശ്രമത്തിലെങ്ങാൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. ഈ മകൻ പറയുന്നത് അച്ഛനാണ് ഈ ക്ഷേത്രത്തിൻ്റെ, അതായത് വീട്ടിലുള്ള ക്ഷേത്രത്തിൻ്റെ യോഗീശ്വരൻ. ഇനി ഈ ക്ഷേത്രത്തിന് വളർച്ചയുണ്ടാകും എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നും മകൻ പറയുന്നുണ്ട്. അല്ല, അത് യോഗിയും ഇപ്പം പല ക്ഷേത്രങ്ങളിലും യോഗിമാരാണ് അവിടുത്തെ അല്ലാതെ ഉപപ്രതിഷ്ഠയായിട്ട് വരുന്നത്. യോഗിമാരാണ് അവിടുത്തെ മുഖ്യ പ്രതിഷ്ഠയെ പ്രതിഷ്ഠിക്കുക. അതിനുശേഷം യോഗിമാർ അവിടെ ഒരു സമാധി മണ്ഡപം ഉണ്ടാവും. എല്ലാ ക്ഷേത്രങ്ങളും എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെ അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരിൽ തട്ടിപ്പാണോ ഇവിടെ നടന്നത്, ഒരു മനുഷ്യനെ കൊന്നതാണോ എന്നതാണ് അറിയാനുള്ളത്. പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഈ ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന അടിസ്ഥാനത്തിലാണ്, മിസ്സിംഗ് എന്ന അടിസ്ഥാനത്തിലാണ്. പക്ഷെ അവിടെ അന്ന് 2-3 പേര് 4ഓളം പേരെ അവർ വിളിച്ചു വരുത്തിയിരുന്നു, കുടുംബക്കാരായിട്ടുള്ള ആൾക്കാരെ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവർ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. അല്ല, ഈ വാർഡ് മെമ്പറിനെ ഈ കർമ്മങ്ങളൊക്കെ 3 മണി ആയി കർമ്മം എന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് ഈ വാർഡ് മെമ്പർ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം നാട്ടുകാർ ഈ കാര്യം കൊലപാതകമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആരോപണം യഥാർത്ഥത്തിൽ ഇവരോടുള്ള നാട്ടുകാർക്കുള്ള ശത്രുതയുടെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നതെന്ന് മകൻ പറയുന്നുണ്ട്.
പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാമല്ലോ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്ന നാടാണ്. അപ്പോൾ പരസ്പരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും അത് സമാധി മണ്ഡപം പൊളിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് പൊളിക്കപ്പെടും. അത് അതൊരു വല്ലാത്ത ദിവസമായിരിക്കും, അങ്ങനെ പൊളിക്കപ്പെടുമ്പോൾ ചാനലുകൾ കണ്ണുകൾ മുഴുവൻ അവിടത്തേക്കായിരിക്കും. അതെ, അങ്ങനെ പൊളിച്ചിട്ട് ആ ബോഡി പുറത്തെടുത്ത് അത് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് സ്വാഭാവിക മരണമാണ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. സ്വാഭാവിക മരണം എന്ന് പറഞ്ഞാൽ വീണ്ടും വലിയ ദുരൂഹതയായി. അതെ, സ്വാഭാവിക മരണം ആണ് എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ആത്മീയതയെക്കുറിച്ച് ഇനി ഒരുപാട് ചർച്ച വരും എന്നുള്ളതാണ്. അതെ, അത് കറക്റ്റാണ്. ആത്മീയതയെക്കുറിച്ച് ഇനി ഒരുപാട് ചർച്ച വരും. എന്തായാലും നവീൻ ബാബുവിന് സംഭവിച്ചത് ഇവിടെ സംഭവിക്കില്ല എന്നതും വലിയൊരു യാഥാർത്ഥ്യമാണ്. കാരണം നവീൻ ബാബുവിൻ്റെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ച രീതിയിലായിരുന്നു ആ കാര്യങ്ങൾ മുഴുവൻ മുമ്പോട്ട് പോയത്. ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചത് എങ്ങനെ, ഏത് രീതിയിലാണ് എടുത്തത്, എവിടെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ മുഴുവൻ എത്ര ധൃതിപ്പെട്ടിട്ടാണ് അത് ശരീരം ദഹിപ്പിച്ച് കളഞ്ഞത്. ഇവിടെ ഗോപൻ സ്വാമിയുടെ ശരീരം ആ മണ്ഡപത്തിൻ്റെ ഉള്ളിലുണ്ട്. ആ മണ്ഡപം പൊളിച്ച് ശരീരം പുറത്തെടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്യണം. തീർച്ചയായും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ചാനൽ ലോകവും അതോടൊപ്പം തന്നെ നാട്ടുകാരുമെല്ലാം.